ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون صدق الله العظيم وصدق رسول الله المصطفى الكريم وعليه أفضل الصلوات وأزكى التسليم. ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, സർവരഹസ്യത്തിലും പരസ്യത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലും പകലിലും സർവസമയവും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ ഖാലിഖായ റാസിഖായ മുദബ്ബിറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങൾക്ക് മുവഹിദീങ്ങൾക്ക് മുഹീസുന്നകൾക്ക് സ്വാലിഹീങ്ങൾക്ക് സ്വാബിരീങ്ങൾക്ക് തയ്യാറാക്കിയിരിക്കുന്ന സ്വർഗലോകം നേടിയെടുക്കാൻ കഴിവതും സദാ പരിശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളാവുന്ന നല്ലവരോടും ഞാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ശർറ് ബല മുസീബത്തിനും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ, നമുക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഉമ്മ-പെങ്ങന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ആഹരിപ്പിക്കുന്നവർ, ലോക മുസ്ലിമീങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നസീബാക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ കാരണവന്മാർക്ക് അള്ളാഹു പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാലം പാപരഹിതമായ നല്ലൊരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും സൽബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മഴ എന്ന് പറയുന്ന അവൻ്റെ റഹ്മത്ത്, അവൻ്റെ ദൃഷ്ടാന്തത്തെ പല രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കനത്ത മഴയും മഴക്കെടുതികളും ഉണ്ടായി അതിനുശേഷം അല്പം ശമനം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാ വർഷങ്ങളിലും ഇത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അണക്കെട്ടുകൾ നിറഞ്ഞ് കവിഞ്ഞ് അതഴിച്ചു വിട്ടും അല്ലാതെയും നേരിട്ടും ഉരുളുപൊട്ടിയും ഒക്കെയായും അള്ളാഹുവിൻ്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 1, 2, 3 പ്രാവശ്യമായി അതനുഭവിച്ച് നേരിൽ കണ്ട് കഴിയുന്നവരാണ്.
അള്ളാഹു നമുക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. ഇനി അള്ളാഹു നമ്മളെ പരീക്ഷണത്തിന് ഉള്ള ഇടമായി സ്വീകരിക്കാതെ നമുക്ക് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലുമൊക്കെ വീഴ്ച മൂലമാണെങ്കിൽ അവൻ്റെ മഹദ് ഫضല് കൊണ്ട് അള്ളാഹു മാപ്പാക്കി തന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ സന്ദർഭത്തിൽ മഴയെക്കുറിച്ച് ഖുർആൻ എന്താണ്, അള്ളാഹു എന്താണ് പറയുന്നത് എന്ന് നമ്മളൊരു ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, തൗഹീദ്, ഖുർആൻ മഴയായിട്ട് ഇപ്പോൾ എന്ത് തൗഹീദ് എന്ന് ചിന്തിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ വല്ലതും കാര്യങ്ങളും ചിന്തിക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ വന്ന് കയറിപ്പോയി വെള്ളം ഇറങ്ങി അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി വീണ്ടും കുറേ നശിച്ചു, കുറേ വിഷമങ്ങൾ മനസ്സിൽ ഒതുക്കിയൊക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ്. ഇതിൻ്റെ പിന്നിൽ അള്ളാഹു തആല എങ്ങനെയാണ് ഈ ഇടപെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ. അള്ളാഹു ഈ മഴയെ വലിയ വമ്പിച്ച ദൃഷ്ടാന്തമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വിഷയം പറയാൻ കാരണം എൻ്റെ മനസ്സിൽ തോന്നിപ്പെട്ടത്. രാവിലെ വിളിച്ചപ്പോൾ കലാമൊലി പറയുമ്പോഴാണ് ഒരു 8 മണി 9 മണിയാകുമ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പറയാം, ഒരു വിവരം, ഒരു അറിവ്, ഒരാഴ്ച അതിനെക്കുറിച്ച് ആകട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ചുരുക്കി പറയാം, ഒന്ന് ഈ വർഷം ഈ ഒരാഴ്ച തീരുന്നതല്ല, പക്ഷെ അത് ചുരുക്കി പറയാം. മഴയെ അള്ളാഹു തആല പരിചയപ്പെടുത്തിയത് അവൻ്റെ ദൃഷ്ടാന്തം, അവൻ്റെ ആയത്ത് ഖുർആനിൽ മഴ എന്ന അർത്ഥത്തിൽ പ്രധാനമായും 7 പദങ്ങളാണ് ഉപയോഗിച്ചേക്കണം. 7 പദങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, മത്തറുൻ 1, 2 സയ്യിബുൻ, 3 തല്ലുൻ, തല്ലുൻ, 4-മത്തത് വാബിലുൻ, 5-മത്തത് ഗൈസ്, 6-മത്തത് റഹ്മത്തുൻ, 7-മത്തത് മാ. ഇങ്ങനെ 7 പദങ്ങൾ അള്ളാഹു തആല ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പോലും ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ ഓതുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു അർത്ഥത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം. അപ്പം ഞാൻ ചുരുക്കി പറയാം, മാ എന്ന പദം ഖുർആനിൽ 63 തവണ ആവർത്തിച്ചു. അതിൽ 35 സ്ഥലങ്ങളിലായി അള്ളാഹു മാ എന്ന പദത്തെ മഴയെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. 63-ൽ 35 സ്ഥലവും മഴ എന്ന പദത്തിലാണ് ഉപയോഗിച്ചത്. ഓരോ പദങ്ങൾക്കും ഓരോ നിശ്ചിത അർത്ഥങ്ങൾ നിശ്ചയിച്ചതായി കാണാം. അപ്പം മാഉൻ എന്ന പദം ഖുർആനിൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നത് ഇത്രയാണ്. മാ എന്നുള്ള പദം നമ്മളിപ്പോഴും മോയ എന്ന് എന്താ അറബികൾ ഉപയോഗിക്കുന്നത്, ആ വഴി അതാണ് എപ്പോഴും ഉപയോഗിക്കുന്നതല്ലോ. അതുകൊണ്ടാണ് അത് 35 തവണ മഴ എന്ന പദത്തിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. 2-മത്തേത് റഹ്മത്തുൻ എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചത്. ഈ പദം ഖുർആനിൽ പരാമർശിച്ചത് പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ചില സന്ദർഭങ്ങളിൽ പ്രത്യേകം ചില സ്ഥലങ്ങളിലായി ആവശ്യപ്പെടുന്നതനുസരിച്ച് മഴ വർഷിപ്പിക്കുന്നതാണ് റഹ്മത്തിൻ്റെ മഴ എന്നുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയുമേൽ ആഗ്രഹിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു തആല ആ മഴയെ നൽകാറ് പതിവ്. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ ഈ കഴിഞ്ഞ റമദാന്, അതിൻ്റെ മുമ്പത്തെ റമദാനൊക്കെ അതിശക്തമായ ചൂടായിരുന്നു. ഒരു ദിവസം ഒന്ന് മഴ പെയ്താൽ, ഒരു ദിവസം ഒന്ന് മഴ പെയ്താൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു, ഇല്ലേ? പലരും ആഗ്രഹിച്ചു. ഒരു ദിവസം ഒരു മഴയെ ആഗ്രഹിച്ചു. അന്നേരം ആ സമയത്തല്ല, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അള്ളാഹു പറയുന്ന അതാ, വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി ഹത്താ ഇദാ അഖല്ലത് സഹാബൻ ഫിഖാലൻ സുഖ്നാഹു ബിബലദിൻ മയ്യിത്തിൻ. നിർജീവമായി കിടക്കുന്ന ഭൂമിയെ ജീവിപ്പിക്കാനായി അല്ലാഹു തആല മേഘങ്ങളെ നന്നായി നിറച്ച്, നന്നായി മഴയെല്ലാം വെള്ളം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാഹു തആല അതിനു മുമ്പ് നല്ല തണുത്ത കാറ്റ് വീശും. അങ്ങനെ ഖുർആൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യമനുസരിച്ചും, ഇന്ന നാട്ടിൽ അത്യാവശ്യമാണെന്ന് അള്ളാഹുവിന് അറിയാം, ചിലപ്പോൾ പരീക്ഷണത്തിലായിരിക്കാം, എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊണ്ടുപോയി അത് ഭൂമിയെ ജീവിപ്പിക്കാൻ വേണ്ടി, ആ ബലദുൻ മയ്യിത്തിന് വേണ്ടിയിട്ട് അല്ലാഹു തആല മഴയെ വർഷിപ്പിക്കും. അതാണ്
റഹ്മത്തിൻ്റെ മഴ എന്ന് ഖുർആൻ പറയുന്നത്. ഫഅൻസൽനാ ബിഹിൽ മാഅ ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത് കദാലിക നുഖ്രിജുൽ മൗത ലഅല്ലക്കും തദക്കറൂൻ. ഈ വിഷയം അല്ലാഹു തആല ഖുർആനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പുനർജന്മത്തെ സൂചിപ്പിക്കുന്നത്. പുനർജന്മത്തെ, നമ്മുടെ പുനർജന്മം, അതിനുശേഷമുള്ള ജീവിതത്തെ ഓർപ്പിക്കുക. ഏത് അല്ലെ, ഒരു നാട് മരിച്ചു കിടക്കുക മഴയില്ലാതെ, വിണ്ടുകീറി അത്രമേൽ ആഗ്രഹിക്കുന്നു കർഷകർ, എല്ലാവരും, മൃഗങ്ങൾ പോലും ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല ആവശ്യത്തിനനുസരിച്ച് സിഖാലൻ, കനമുള്ള കാർമേഘത്തെ അങ്ങോട്ട് കൊണ്ടുപോയി പെയ്യിക്കുന്ന മഴയ്ക്കാണ് അല്ലാഹു തആല റഹ്മത്ത് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെല്ലാം വലിയൊരു ഹിക്മത്തുണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. മുവഹിദീങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ റഹ്മത്ത് ഇറങ്ങുമ്പോൾ ദുആ ചെയ്യണം എന്ന് പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ദുആ ചെയ്യണം. നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല. സാധാരണ മഴ പെയ്യുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് മഴയുടെ ഇടയിൽ അള്ളാഹുവിൻ്റെ അടിമ ദുആ ചെയ്യണം. എന്താ എൻ്റെ അർത്ഥം? അള്ളാഹുവെ, പ്രയോജനപ്രദമായ മഴ നീ ആക്കി തരണേ പടച്ചോനെ, ഈ മഴയെ നാട്ടിൽ പെയ്യുമ്പോൾ. അങ്ങനെ വല്ല ദുആ വരാറുണ്ടോ? അതും പഠിക്കണില്ലല്ലോ, അതിങ്ങനെ ഓർമ്മയില്ല, അതൊന്നും അറിയില്ല. നമുക്കെല്ലാം തികഞ്ഞു, നമുക്കെല്ലാം അറിയാമെന്നുള്ള ധാരണയിൽ ജീവിക്കുക. അതുപോലെ തന്നെ ആ സന്ദർഭത്തിൽ അതുപോലെ തന്നെ അള്ളാഹുവിനോട് മഴയുടെ കേടിനെ കുറിച്ചും അള്ളാഹുവിനോട് മഴ അധികരിച്ചാലുള്ള ദുആയും ഉണ്ട്. റഹ്മത്തിൻ്റെ ഇത് അല്ലാഹു തആല ആ സമയത്ത് ദുആ ചെയ്യുന്ന നമുക്കല്ലാത്ത ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റഹ്മത്തിൻ്റെ മഴ ഇറക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ദ്വാരുന്ന 2 റക്അത്തൊക്കെ നമസ്കരിച്ച് അള്ളാഹുവിനോട് ദ്വാരുന്ന പല ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. വീടില്ല, മകളെ കെട്ടിക്കാനുണ്ട്, മകൻ കെട്ടാനുണ്ട്, അതുപോലെ തന്നെ കച്ചവടത്തിലെ വിഷമം, പല സാമ്പത്തികമായ ഞെരുക്കം, വീട്ടിലെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പല രീതിയിൽ കൂടെയുള്ള വിഷമങ്ങൾ, കുട്ടികളുടെ പഠനമല്ല, ഇതൊക്കെ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുമ്പോൾ ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാകുമെന്നാണ്. അതാണ് റഹ്മത്ത് എന്ന മഴ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. 2, 3 ഗൈസ് എന്ന മഴയാണ്. ഗൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം സഹായം എന്ന് തന്നെയാണ്. ഗൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സഹായം. ഉറങ്ങല്ല കേട്ടോ, നല്ല ഒരു വിഷയമാണ് പറയണേ. നല്ല വിഷയങ്ങൾ നിങ്ങൾക്ക് ഉറക്കം വരും. പലരും ഓടി നടന്ന് ചാടി നടന്ന് കച്ചവടത്തിനൊക്കെ പോയിട്ട് വന്ന് ഇവിടെ ഇരിക്കുന്നതാണ്. ഈ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ശൈത്താൻ കൊണ്ടുപോകും. അത് ഉറപ്പാണ്. അവൻ സമ്മതിക്കൂല അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ. അത് വേണ്ട പോലെ മനസ്സിലാക്കാൻ സമ്മതിക്കില്ല, ഹൃദയത്തിലേക്ക് ഇറക്കാൻ സമ്മതിക്കില്ല അള്ളാഹു. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അരമണിക്കൂറുള്ളൂ, ഒന്ന് കഷ്ടപ്പെട്ടാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഗൈസ് എന്ന മഴ സഹായം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. 3-മത്തേത്, അള്ളാഹു ഏതൊരു മഴയ്ക്കാണ് ഗൈസ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്? മഴ ജന്തുക്കൾക്കും മനുഷ്യർക്കും എല്ലാ ഉപയോഗം വരുന്ന ജീവജാലങ്ങളൊക്കെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അതിനും പറയുന്ന ആ മഴയുടെ പേരാണ് ഗൈസ് എന്ന മഴ. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമ്മൾക്ക് മഴയില്ലാതെ വരുമ്പോൾ, മഴ ആവശ്യമുണ്ടാകുമ്പോൾ, മഴ കൊണ്ട് സഹായം ആവശ്യം വരുമ്പോൾ ഇങ്ങനെ ദുആരക്കാൻ പറഞ്ഞത് അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ. അല്ലാഹുമ്മ സ്ഖിനാ, എന്താ ദുആ? അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ. ഹദീസിൽ കാണാം അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅൻ മുരീഅൻ ഗദഖൻ മുജല്ലിലൻ സഹൻ തബഖൻ ദായിമ. 10 രീതിയിലുള്ള 10 പ്രയോജനങ്ങളുള്ള മഴ അള്ളാഹു എന്നീ തരണേ പടച്ചോനെ എന്ന് ദുആരക്കണം എന്നാണ് ഹദീസിലുള്ള ദുആയ. ഈ ഓരോ വാക്കിന് ഓരോ അർത്ഥങ്ങളുണ്ട്, ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. അതൊക്കെ പറഞ്ഞത് എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. അതുപോലെ വേറെ ദുആയാണ് നമ്മൾ കേട്ടിട്ടില്ലേ? സൗദിയിലൊക്കെ ഇപ്പോഴും മഴയെ തേടി നിസ്കരിക്കാറുണ്ട് ഇടയ്ക്ക്. ആ സമയത്തിൽ അവൻ ദുആരക്കും അല്ലാഹുമ്മ അഗീസിനാ മുഗീസൻ, അല്ലാഹുമ്മ അഗീസിനാ മുഗീസൻ. പടച്ചോനെ ഞങ്ങൾക്ക് മഴ നീ സഹായിക്കണം പടച്ചോനെ. ആ ദുആ വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ്, ഖുർആൻ
വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ് മിൻ ബഅദി മാ ഖനതു. നിരാശരായി അങ്ങേടയാവുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഇറക്കുന്ന മഴയാണ് ഗൈസ് എന്ന് പറയുന്നത്, റഹ്മത്ത് എന്ന് പറയുന്നതൊക്കെ. അത് പറഞ്ഞത് വയൻശുർ റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്. ഹദീദിന്റെ 57-ാമത്തെ ആയത്താണ്. അതേ സഹോദരങ്ങളെ, ഖുർആൻ വ്യക്തമാക്കി പറയുക, വിശദീകരിക്കാൻ സമയമില്ല. 4 സയ്യിബുൻ എന്ന പദമാണ് ഉപയോഗിച്ചത് അല്ലാഹു തആല. സയ്യിബ എന്ന പദം ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ചത് ഇരുളടഞ്ഞ ഇടിയും മിന്നലും കാറ്റും ഒക്കെ ഉള്ള മഴയാണ് സയ്യിബ്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ നബി തങ്ങൾ ദുആ പഠിപ്പിച്ചു. താൻ പറഞ്ഞു ഇടിമിന്ന് ഒരു തുലാമാസമായി കഴിഞ്ഞാൽ അങ്ങനെ ആ രീതിയിലുള്ളത്, ഒന്നിൽ ഇടി അല്ലെങ്കിൽ മിന്നലെറിഞ്ഞ വിഷമം, ഇടി വെട്ടിക്കുമ്പോൾ അല്ലാഹു വലാ തഖ്തുൽനാ ബിഗളബിക് വലാ തുഹ്ലിക്നാ ബിഅദാബിക് വആഫിനാ ഖബല ദാലിക ഹദീസിലുള്ള ദുആയാണ്. അതുപോലെ തന്നെ മിന്നെറിയുമ്പോൾ സുബ്ഹാന വ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തി. കഴിഞ്ഞ മുമ്പത്തെ വർഷം പൈങ്ങോട്ടൂർ ഒരാൾ നിന്ന് കത്തി മിന്നെറിഞ്ഞിട്ട് അപ്പം തന്നെ മരിച്ചു. നിന്ന് കത്തി. അല്ലാഹ് ഞങ്ങളുടെ അടുത്തല്ലേ. അങ്ങനെ പല സ്ഥലത്ത് നമ്മുടെ ഇവിടെ തന്നെ അതുപോലെ അല്ലാതെയൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ. സയ്യിബ് എന്ന മഴ, ഇടി മിന്നൽ, ഇരുളടമടഞ്ഞ 3 ഇരുള് മഴയ്ക്കും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. 3 ഇരുള്. ഏത് ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുട്ടി 3 ഇരുളിൻ്റെ ഉള്ളിലാന്ന് നമ്മൾ പറയാറില്ലേ, പഠിച്ചിട്ടില്ലേ, കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ മഴയും 3. ഔ കസയ്യിബിൻ ഖുർആൻ ഔ കസയ്യിബിൻ മിനസ് സമാ ഫീഹി ളുലുമാതു വറഅദു വബർഖ്. കണ്ടോ, ഇടി മിന്നല് ഒക്കെ ഉണ്ടെന്ന് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു ഈ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു തആല ഈ തൗഹീദിന്റെ വിഷയത്തിൽ ഉപമിച്ചത് ചില്ലറ കാര്യമല്ല. മഴയെന്ന് പറയുമ്പോൾ അല്യം കളറിഞ്ഞ പോലെ അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് അത് സഹോദരങ്ങളെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഇതൊക്കെ ചിന്തിക്കണം. മഴ വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകുമായിരുന്നല്ലോ, പള്ളിയിലേക്ക് എത്തുമായിരുന്നല്ലോ, അവിടെ പോയി നിസ്കരിച്ച് അള്ളാഹു ദുആ ചെയ്യായിരുന്നു. എന്താ റസൂല മഴ പെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ആരെങ്കിലും ഒരു പ്രാവശ്യം അങ്ങനെ ഒരു സുന്നത്ത് നടപ്പാക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇത്രയും ജീവിതത്തിലായി 65, 70, 50, 40 ഒക്കെ ആയല്ലോ. ഒരു ദിവസം ആ ഹബീബിന്റെ ആ സുന്നത്ത് പിൻപറ്റാൻ ഇത്രയും വിഷമം ഉണ്ടായിട്ട് പോലെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ പ്രസംഗിച്ചും ഖുതുബ നടത്തി ഇങ്ങനെയൊക്കെ പോവുക. ഞാനും നിങ്ങളൊക്കെ എന്നെ കുറ്റം പറഞ്ഞാട്ടെ, എന്നെ കുറ്റം പറഞ്ഞ ശരിയല്ലേ? ഒരു പ്രാവശ്യം പോലും അള്ളാഹുവിനോട് പള്ളിയിലേക്ക് പോയിട്ട് ആ മഴ സമയത്ത് ഇല്ല. വീടൊക്കെ നമ്മൾ കൊട്ടിയടിച്ച് അകത്തേക്ക് കയറാൻ നോക്കും, ഒക്കെ ശരിയാ, അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. വലൂഫി ബുറൂജി മുശയ്യദ, ശക്തമായ ഭയങ്കരമായ ഉള്ളിലേക്ക് പോയിരുന്നാലും വരില്ലേ? വരാനുള്ളത് അള്ളാഹു തടയണം. അതാണ് എന്താ 3 ദുലുമാത്തുണ്ട്, 3 ഇരുളുകളുണ്ട്. ദുലുമാത്തു സഹാബ്, ഒന്നെന്താ മേഘത്തിന്റെ ദുലുമാത്ത്, ദുലുമത്തുൽ ലൈൽ രാത്രിയുടെ ദുലുമത്ത്, അതിന് ഇരുട്ടുണ്ടല്ലോ, മഴ പെയ്യുമ്പോൾ ഇരുട്ടല്ലേ. അതുപോലെ ദുലുമാത്തുൽ മത്തർ മഴയുടെ ദുലുമത്ത്, 3 എണ്ണം ഉണ്ട് അള്ളാഹു വിവരിക്കുന്നുണ്ട്. അത് വിശദീകരിച്ചാൽ പിന്നെ സമയം. സയ്യിബ എന്ന മഴ. 5-മത്തത് വാബിലുൻ എന്ന മഴയാണ്. ഫമതലുഹു കമതലി സഫ്വാനിൻ അലൈഹി തുറാബുൻ ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദാ. ഒരു വലിയ പാറ, അങ്ങ് വലിയ മുകളിലുള്ള ഏറ്റവും വലിയ മുകളിലുള്ള പാറ, അതിൻ്റെ മുകളിൽ ഒരു കുറേ മണ്ണ്, ആ മണ്ണിൽ അതിൻ്റെ മുകളിലേക്ക് വലിയ നല്ല ഭയങ്കര ശക്തമായ വാബില്, കോരിച്ചൊഴിയുന്ന മഴ. ആ മണ്ണവിടെ ഉണ്ടാകുമോ എന്നതുപോലെ. ഈ പോലെ എങ്ങോട്ടാ അള്ളാഹു ഉപയോഗിച്ചെന്നറിയാമോ? എവിടുന്നറിയാമോ? ഇന്ന് നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിലുള്ള സദഖകൾ, ഹദിയകൾ, സംഭാവനകളൊക്കെ ധാരാളം ആളുകൾ കൊടുക്കുന്നവരുണ്ട്, ധാരാളം ആളുകൾ സംഭാവന ചെയ്യുന്നവർ, ധാരാളം ആളുകൾ ഹദിയ ചെയ്യുന്നവർ, സഹായിക്കുന്നവർ ഒത്തിരി ഉണ്ട്. അൽഹംദുലില്ലാ. മുമ്പത്തേക്കാളെല്ലാം ഇൻഫാഖ്, ചെലവഴിക്കൽ. ഇപ്പം തന്നെ ഈരാറ്റുപേട്ട തന്നെ എത്ര ചെലവഴിച്ചു, ഉള്ളവർ തന്നെ പുറത്തുനിന്നായി എന്തോരം ചെലവഴിച്ചു ഉണ്ട്.
പക്ഷേ അതിൻ്റെ അകത്ത് ജനങ്ങളെ കാണിക്കുക എന്ന ഒരു ലോകമാന്യത കടന്നുകൂടുന്നുണ്ട്. അതിന് അല്ലാഹു തആല ഉപയോഗിച്ചതായത് ആ ആയത്ത് സൂറത്ത് ബഖറയിലാണ്. തിൽക്കർ റുസുലു എന്ന് പറയുന്ന ജുസിയിലുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. എടുത്ത് കാണിച്ചുകൊണ്ട്, എടുത്ത് പറഞ്ഞുകൊണ്ട്, പിന്നെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യണമുണ്ട്. ഒരു 10-100 രൂപ സഹായിച്ചാൽ മതി, അല്ലെങ്കിൽ 1000 രൂപ റമദാനിൽ കൊടുത്താൽ മതി. പിന്നെ കാണുമ്പോൾ എല്ലാം മൂപ്പരെ കാണുമ്പോൾ എല്ലാം സ്നേഹിച്ചോണം, സലാം പറഞ്ഞോണം, ദുആ പോലും അപേക്ഷിക്കാൻ പാടില്ല എന്നാ. ഒരാൾക്ക് സദഖ കൊടുത്തിട്ട് എനിക്ക് ദുആ ചെയ്താൽ മതി, അത് പറയാൻ പാടില്ല എന്നാ സഹാബാക്കൾ പറയില്ലായിരുന്നു. പക്ഷെ ഇന്നോ അതാ അല്ലാഹു പറഞ്ഞു, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആഅ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആഖിറത്തെ കുറിച്ച് വിശ്വാസമില്ല, ജനങ്ങൾ കാണണം, ഞാൻ കൊടുത്ത അറിയണം. ഇതൊക്കെ ഒരാൾ കുടുംബത്തിൽ പോലെ ഒരാൾ കൊടുത്താൽ എടങ്ങേറാക്കും എന്നെ അല്ലേ നമ്മുടെ സ്വഭാവം. ഇന്ന് സമുദായത്തിൻ്റെ സ്വഭാവം അത്. മൊയ്ലിയാന്മാർ ചെയ്ത് ഒക്കെ അത് താങ്കൾ ഒക്കെ അതെ ഞാനുള്ളവർ തുറന്നു പറയുക, ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ. ഒരു കൈ അറിഞ്ഞ് അരി കൈ അറിയാതെ കൊടുക്കുന്നുണ്ടോ ഇന്ന്? എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ കുതുകുലുക. അതാണ് ആ പറഞ്ഞതിൻ്റെ അത് വിഷയം അവതരിപ്പിക്കുന്നത്. അല്ലാഹു തആല ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബുൻ ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദാ ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. അവരെ അല്ലാഹു തആല കുഫ്റായിട്ടാണ് ചിന്തിച്ചത്. അതിന് കാഫിരീങ്ങൾ എന്ന് അവരെ കുറിച്ച് പറയണേ, അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് വലിയ വിഷയമാണ്. അത് നല്ലപോലെ ചിന്തിക്കേണ്ട വിഷയമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരുമാറാകട്ടെ. ഖുർആൻ നല്ലപോലെ പറഞ്ഞതുണ്ടോ വാബിലൊന്നും അതിനുവേണ്ടി അള്ളാഹു ഉപയോഗിച്ചു. എന്നാൽ അതേപോലെ തന്നെ വാബിൽ എന്ന് പറയുന്നത് അള്ളാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലതുപോലെ മനസ്സുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. ഒരു മനുഷ്യൻ പോലും അറിയാതെ, സ്വന്തം ഭാര്യ അറിയാതെ, സ്വന്തം നെഫ്സ് അറിയാതെ കൊടുക്കുന്നവരും ഉണ്ട് ഈ ലോകത്ത് അല്ലാഹു തആല പറഞ്ഞു. കമസലി ജന്നത്തിൻ അല്ലദീനയും അടുത്ത ആയത്ത് അല്ലദീന യുൻഫിഖൂന അംവാലഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വതസ്ബീതൻ മിൻ അൻഫുസിഹിം കമസലി ജന്നത്തിൻ ബിറബുവത്തിൻ നസാബാ വാബിലുൻ ഫആതത് ഉകുലഹാ വലിയ മഴ വന്നാലും അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കും അവൻ്റെ സമ്പത്തിൽ. അവൻ്റെ തോട്ടത്തെ അള്ളാഹു ഇരട്ടിയാക്കി വളർത്തുമെന്ന് അള്ളാഹു പറയുന്നു. എന്നിട്ട് അതിന് വൈല്ലം യൂസുബുഹ വാബിലുൻ. ഇനി ആ തോട്ടത്തിൽ അവൻ കൊടുത്ത മനുഷ്യൻ്റെ തോട്ടത്തിൽ വാബില് നല്ല ഭയങ്കര ശക്തമായ മഴ കിട്ടിയില്ല. വൈല്ലം യൂസുബുഹ വാബിലും ഫതല്ല്, ചാറ്റൽ മഴ. അതാ ആറാമത്തത് തല്ല് എന്നുള്ള ചാറ്റൽ മഴ. ചാറ്റൽ മഴ കിട്ടിയാൽ മതി. നല്ല മനസ്സോട് കൊടുത്ത മനുഷ്യൻ്റെ സമ്പത്തിനെ അല്ലാഹു തആല ഇരട്ടിയാക്കും. ചാറ്റൽ മഴ കിട്ടിയാൽ മതി, അത് വളർന്നോളും. എങ്ങനെ? മറ്റൊരു കാണണം എന്ന് എൻ്റെ അള്ള മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്ന ചിന്തയോടുകൂടി കൊടുക്കുന്നവർക്ക് അല്ലാഹു തആല അതിനെ ചാറ്റമഴ കിട്ടിയാൽ മതി, അത് ശരിയായിക്കോളും, വളർന്നോളും. ഖുർആൻ എത്ര ഇത് മഴ ചുമ്മാ കളിയാന്ന് നമ്മൾ വിചാരിച്ചാൽ ഇരാറ്റുപെട്ട ഒരു വെള്ളം കയറി അതും അങ്ങനെ പോയി അത്രയുള്ള മഴ ഈ ഇതൊക്കെ മുസീബത്ത് കിട്ടാൻ മാറാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ഇറക്കണം. മുസീബത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അള്ളാഹു ഞങ്ങൾ മുസീബത്ത് കൊണ്ട് പരീക്ഷിക്കല്ല. അള്ളാഹു ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തെറ്റാണെങ്കിൽ അത് എന്താണോ, എന്ത് തെറ്റാണ് ഉണ്ടാകുന്നത് ഞങ്ങൾ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അത് ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കിത്താ, ശൈത്താൻ്റെ ശർന്ന് ഒഴിവാക്കിത്താന്ന് ദുആ ഇറക്കി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറേ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും, കാരണം വരുന്നത് എല്ലാവർക്കും ഒന്നിച്ചായിരിക്കുമല്ലോ. അല്ല ആൾ മാത്രം ചെയ്യുന്നാൽ ഈ തെറ്റ് ചെയ്യുന്ന ഒരാളെ മാത്രമല്ല ശിക്ഷിക്കുന്നത്. അല്ലാഹു തആല വതഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. പ്രത്യേകമായിട്ടൊന്നും അവർക്ക് വരുമൊന്നുമില്ല, എല്ലാവർക്കും കൂടെ വരുള്ളൂ, നല്ലവർക്കും കൂടെ കൂടിയേ വരികയുള്ളൂ. അത് മനസ്സിലാക്കാൻ. ആറാമത്തത് തല്ല്, ചാറ്റൽ മഴ. 7 മത്തറുൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ലൂത്ത് സമൂഹത്തെ അല്ലാഹു തആല നശിപ്പിക്കാൻ ഉപയോഗിച്ച മഴയെക്കുറിച്ച് 6 സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട്. മത്തറ, യംതുറു, മത്തറ, അംതറ. മത്തറ
എന്ന് പറയുന്ന എപ്പോഴും നമുക്കറിയാവുന്ന ഒരു വാക്ക്. ആ വാക്ക് അത് ഭയങ്കര ശക്തമായ നടപടിക്രമങ്ങളെ, അള്ളാഹുവിൻ്റെ ശിക്ഷാ നടപടിക്രമങ്ങളെ നമുക്കിപ്പോൾ വന്ന അത് മത്ര എന്ന് പറയാം. നമ്മൾ രാത്രി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കിടക്കുമ്പോഴും പ്രതീക്ഷിച്ചില്ല, 1 മണിക്കും പ്രതീക്ഷിച്ചില്ല മത്തർ. അത് കഴിഞ്ഞ് പെയ്ത മഴയ്ക്ക് അങ്ങ് പോയി ഇളകി വരികയാണ് ചെയ്തത്. അള്ളാഹു പഠിച്ചവനെ അങ്ങനെയുള്ള ഫാസ്ബഹത്ത് കസ്സരീം, പ്രഭാതമായപ്പോൾ കസ്സരീം എന്ന് സൂറത്തുൽ നൂനി പറയുന്ന പോലെ പ്രഭാതമായപ്പോൾ എല്ലാം വെള്ളത്തില്ലല്ലേ, കണ്ണില്ല, വിഷമമല്ലേ. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവേ ഇവിടെ ധാരാളം ആളുകൾ എല്ലാ നാട്ടിനേക്കാളും ഉപേക്ഷിച്ച് ഇവിടെ നാളെ ആളുകൾ നല്ലതും ഇത് തെക്കൻ കേരളത്തിൻ്റെ മക്കയാണ്. അതുപോലെ തന്നെ കൊടുക്കുന്നവരൊക്കെ ഇവിടെ ഉള്ള നാടാണ്. പിന്നെ പരീക്ഷണം ചിലപ്പോൾ അള്ളാഹു താല അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ക്ഷമിക്കുമെന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കാം, അങ്ങനെയൊക്കെ ആകാം. അങ്ങനെ നമ്മൾ കണ്ടാൽ മതി. അള്ളാഹുവിന് അതിൻ്റെ അകത്ത് പഴിചാരരുത്. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞത്. കാരണം എന്താ ഒമാ അനബി വല്ലാമിൻ ലിൽ അബീദ്. അള്ളാഹു പറയുന്നുണ്ടല്ലോ ഖുർആനിൽ, എന്താ, ഞാൻ എൻ്റെ അടിമയോട് ഭയങ്കര അക്രമം ചെയ്യുന്നവനല്ല എന്ന് പറയുന്നില്ലേ. അപ്പോൾ അള്ളാഹു ഇതൊക്കെ അക്രമം ചെയ്തു എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നെങ്കിൽ തെറ്റി, നമ്മുടെ ദുൽമാണ്. കാരണം അള്ളാഹു തആല ദുആ ചെയ്യാൻ പറഞ്ഞു, ലലംതു നഫ്സി ദുൽമൻ കസീറാ റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ. ആ ദുആയുടെ എഫക്റ്റ് എന്താ? അത് എല്ലാവരും ചൊല്ലി അതൊരു എഫക്റ്റ് ഇല്ലാത്ത ദുആയാക്കി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 വർഷക്കാലം ആ ദുആ ആവർത്തിച്ചത്, റബ്ബനാ ലലംനാ അൻഫുസനാ, ഞങ്ങളുടെ നഫ്സിനോട് ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചു, ഫഇൻ ലം തഗ്ഫിർ ലനാ, നീ പുറത്തു വന്നില്ലെങ്കിൽ, വതർഹംനാ, നീ കരുണ കാണിച്ചില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, പരാജയപ്പെട്ടു പോകുന്നു പറഞ്ഞു. അങ്ങനെ ദുആ, ആ ദുആ എഫക്റ്റോട് കൂടി എല്ലാവരുടെ വായിലും വരുന്നുണ്ടത്. ഏത് കൊച്ചിൻ്റെ വായിലും വരുന്ന ദുആയ ആദം നബിയുടെ ദുആ. അതിൻ്റെ അർത്ഥം വ്യാപനം നമ്മൾ വിട്ടുകളഞ്ഞു, ആ അർത്ഥത്തെ മനസ്സിലാക്കി ചെല്ലുന്നില്ല. അതെ റബ്ബന ലലംന പറയുമ്പോഴൊക്കെ അതുപോലെ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, അതും ആൾക്കാരൊരു ഗൗരവമില്ലാത്ത ദുആയാക്കി. ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെയും ഒരൊറ്റ ഹൃദയസ്പൃക്കായ ഒരൊറ്റ വർത്തമാനം ദുആ, റബ്ബന തഖബ്ബൽ മിന്ന. അവരും എന്തു പണിതിട്ടാ? കഅബ പണിതിട്ടാ. എന്നിട്ടാ പറഞ്ഞത് റബ്ബന തഖബ്ബൽ. പറഞ്ഞത് കറക്റ്റായിരുന്നു മനസ്സിൽ നിന്ന്. നമ്മുടെ മനസ്സിൽ വെച്ച് പറയാനുള്ള ദുആ ചെയ്തിട്ട് അവസാനം പറയുന്ന വാക്കാണല്ലോ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക. അത് ആ ദുആ അർത്ഥമറിഞ്ഞ് ഇന്നു മുതൽ പറയും. അപ്പോൾ അതിന് എഫക്റ്റ് കിട്ടുമെന്നറിയാം. റബ്ബന വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ, ആ ദുആയും അർത്ഥമറിഞ്ഞ് പറയും, മനസ്സിൽ ചിന്തിച്ചിട്ട് പറയും, എഫക്റ്റ് ഉണ്ടാവുമെന്നറിയാം. അത് വെറുതെ ചുമ്മാ നമ്മുടെ ഒരു ആദരവ്യായാമമായി മാറരുത്. ചുമ്മാ ഒരു ദുആയായിട്ട് നമ്മൾ ഗണിക്കരുത്. അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് തരുമാറാകട്ടെ, ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തൗഫീക്ക് തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഷർറ് ബലാ മുസീബത്തിൽ നിന്നും അള്ളാഹു കാത്തിച്ചു. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലി വലക്കും വഅസ്തഗ്ഫി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹ വഅലാ ആലിഹിൽ മൂഫീന അഹദഹ സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ തആല ഫി സിർരി വൽ അലൻ വദറുൽ ഫവാഹിഷ മാ ലഹറ മിന്നാ വമാ ബത്തൻ വഹാഫിളു അലൽ ജുമഇ വൽ ജമാഅ വവത്തിനു അൻഫുസകും അലസ് സമഇ വത്തആല. അല്ലയോ മുഅ്മിനീങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു സലാത്ത് നല്ലതുപോലെ ചൊല്ലീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരു വട്ടം കൂടി ഞാൻ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ശ്രദ്ധേയമായ കാര്യം, അള്ളാഹുവിന് മാത്രമേ മഴ കൃത്യമായ സമയത്ത്, ഏത് സമയത്ത്, എപ്പോഴ്, ഏത് നാട്ടിൽ, ഏത് കാട്ടിൽ, എവിടെ, എങ്ങനെ, എന്തിനു വേണ്ടി എന്ന് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അള്ളാഹുവിന് മാത്രം. വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ ഈ മഴ നമുക്ക് വർഷിപ്പിച്ചു തന്നു. എത്ര ഗ്യാലൻ, അതുപോലെ തന്നെ എത്ര കണക്ക്, ഒരു തുള്ളിക്ക് പോലും അള്ളാഹുവിന് ഖദറുണ്ട്.
അത് ശരിക്കും അതിനെ അള്ളാഹു ഭൂമിയിൽ അവശേഷിപ്പിച്ച് വെക്കുന്ന അടുത്ത വർഷത്തേക്ക് വരെ അവശേഷിപ്പിച്ച് വെക്കുന്നതും അവനാ. നമ്മുടെ കിണറിലെ ഉറവ അള്ളാഹു അവശേഷിപ്പിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലേ? സൂറത്ത് മുൽക്കിൻ്റെ അവസാനം ചോദിക്കുന്നില്ലേ? എല്ലാ ദിവസവും ഓതണ്ടാണല്ലോ സൂറത്ത് മുൽക്കിൻ്റെ അവസാനം. നിങ്ങളുടെ കിണറ്റിലെ ഉറവ പറ്റിയാൽ ആ കിണറ്റിലെ ഉറവ പിന്നെ തരാൻ കഴിവുള്ളവൻ ആരാണ്? ആ സൂറത്ത് അവസാനിക്കുന്ന 30-ാമത്തെ ആയത്ത് അങ്ങനെയാണ്. അന്നേരം എന്ത് പറയണം? അല്ലാഹു റബ്ബുൽ ആലമീൻ. കിണറിൽ മൊയിലരെ കൊണ്ട് നടക്കൂല, ഒരു തലസമാധാരനെ കൊണ്ട് കൊടുക്കൂല, ഒരു സാമീനെ കൊണ്ടും പറ്റൂലെന്ന്. ഇതൊക്കെ തൗഹീദാ. അതേന്ന് ഇനി വിദഗ്ധത്തിൻ്റെ സമയം തുടങ്ങുകയാണല്ലോ. ഇന്നത്തെ കൊടി വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള വിദഗ്ധത്ത് മുഴുവനും തുടങ്ങാൻ പോകുന്നതാണ് ഇനി റബീഉൽ അവ്വൽ. അതിനാ. അല്ലാഹു അക്ബർ. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. ജനങ്ങൾക്കൊന്നുമില്ല. ഞാൻ അതിനു വേണ്ടി കുറേ കാശ് മുടക്കും, കുറേ എന്തൊക്കെ മുടക്കും, കുറേ തോരണങ്ങൾ, കുറേ പള്ളി അലങ്കരിക്കൽ, അത്രേ തുടങ്ങിയത്. അല്ലാഹു അക്ബർ. ഇതിങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ, പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഒരു വശത്ത് ഇങ്ങനെ കൗമിൻ്റെ അകത്ത് ആൾക്കാർ ദീനിനെ കൊന്നുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് പാർലമെന്റിൽ രാജ്യസഭയിലെല്ലാം ദീനിനെ കൊല്ലാൻ വേണ്ടി, ദീനിൻ്റെ അഖിലാവുന്ന മുസ്ലിമിനെ കൊല്ലാൻ വേണ്ടി പല പല ബില്ലുകൾ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, പാസ്സാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഓരോന്ന് ചെയ്യാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത പാട്ടുകൾ വന്ദേ മാതരമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോവാ നാളെ. എന്നത്തിന് സ്വാതന്ത്ര്യം? ആർക്കാ? എവിടെയാ സ്വാതന്ത്ര്യം? മുമ്പുള്ളതിനേക്കാൾ കൂടുതലായി വരിഞ്ഞു മുറുക്കി ഒരു സമുദായത്തെ മുറുക്കുന്ന സ്വാതന്ത്ര്യമാണ്. നമ്മളെല്ലാം സല്യൂട്ട് കൊടുക്കും, ഇല്ലേ? ഇല്ലേ? ഇവിടെ ചിന്തിക്കാൻ വേണ്ടി പറയുകയാ. അല്ലാഹു അക്ബർ. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ. കണക്കനുസരിച്ചാട്ടോ അള്ളാഹു ഇറക്കണത്. ഈ മഴയെല്ലാം കൂടെ പെയ്തിട്ട് അള്ളാഹ്ക്ക് ഒരു കണക്കുമില്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇല്ല. ഫസ്കന്നാഹു ഫിൽ അർദ്. ഭൂമിയിൽ ഞാൻ അതിനെ പിടിച്ചു വെക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങൾ മറന്നു പോവാണോ? അത് പോക്കിക്കളയാനും കഴിവുള്ളവനാണ് ഞാൻ. സൂറത്ത് മുഅ്മിനൂൻ 18-ാമത്തെ ആയത്ത്. അതേ സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞ് ജീവിക്കണം, അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കണം. സത്യം പറഞ്ഞാൽ ഒരു മഴക്കാലം ശുദ്ധികലശമാണ്. അള്ളാഹു 7 വാക്ക് ഖുർആനിൽ മഴയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 7 നടപടിക്രമങ്ങളാണ് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വെറുതെ ഒന്നും ചുമ്മയല്ല, കൃത്യമായിട്ടുള്ള കണക്കാ. നഹലിൻ്റെയൊക്കെ സൂറത്തു നഹൽ അതിൻ്റെയൊക്കെ ശാസ്ത്രീയ വശങ്ങളൊന്ന് പഠിച്ചാൽ അത് മനസ്സിലാവും. ഫുള്ള് കുട്ടികൾക്ക് അതൊന്നും പഠിക്കാൻ സമയമില്ല, ചെറുപ്പക്കാർക്ക് പഠിക്കാൻ സമയമില്ല. ലോകത്തെ പോലുള്ള ലോക പഠിത്തമാണ്, ഭയങ്കര പഠിത്തമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒന്നും അറിയില്ല. നമ്മുടെ മക്കളെല്ലാം എഞ്ചിനീയറും അതുപോലെ തന്നെ ഡോക്ടർമാരും അങ്ങനെയൊക്കെ കയറ്റുക. ഡോക്ടറൊക്കെ ആയതൊരു അള്ളാഹുവിന് വണങ്ങണില്ല. എത്ര ഡോക്ടർമാരുണ്ട് ഇവിടെ? ഡോക്ടർമാർ ആയ കുട്ടികൾ നമസ്കരിക്കുകയാണെങ്കിൽ പള്ളി സ്ഥലം വരുമോ? തല തകിയോ? ഇപ്പം ഡോക്ടർമാരായ കുട്ടികൾ ഒരു അവയവത്തിൻ്റെ വിഷയത്തിൽ മാത്രം ചിന്തിച്ചിട്ട് ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടല്ലോ, അവനെക്കുറിച്ച് ഞാൻ ശുക്ർ ചെയ്യണമല്ലോ, ഞാൻ നന്ദി രേഖപ്പെടുത്തണമല്ലോ ചിന്തിച്ചിട്ട് ഡോക്ടർമാരൊക്കെ പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയാൽ പള്ളി തകിയോ? ഇല്ല, എവിടെ എത്തുന്നില്ല. എവിടെ എത്തുന്നില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഒന്ന്, അള്ളാഹുവിൻ്റെ അസ്തിത്വവും ഏകത്വവും അതിനെ സൂചിപ്പിക്കുന്നു മഴ. 2, അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ജീവൽ പ്രക്രിയകൾ, അതിൻ്റെ ഇടകലർന്ന സംവിധാനത്തെക്കുറിച്ച് അള്ളാഹു അറിയിക്കുന്നു. 3, ഭൗതിക ലോകത്തിൻ്റെ നശ്വരതയെ അള്ളാഹു നല്ലപോലെ ഉദാഹരിക്കുക മഴയിൽ കൂടി. ശരിയാ. 4, അതേ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന് പുനർജന്മം പഠിപ്പിക്കുക. മഴ മൂലം അള്ളാഹു തആല, മഴ കൊണ്ട് അള്ളാഹു പുനർജന്മം ബഅ്സ് പഠിപ്പിക്കുകയാണ്. 5, അള്ളാഹുവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയാണ് ഇതെല്ലാം. നമ്മൾ കാണിച്ചു കൂട്ടണ മലിനീകരണം എന്താ? ചില്ലറ വല്ലതുമാണോ? ചില്ലറ വല്ലതുമാണോ? ഒരു നാട്ടിൽ ഒരു സ്ഥാപനം നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം ഇടങ്ങേറാക്കിയിട്ട് പണിയണേ അല്ലേ? അപ്പോൾ അതിനുള്ള ശുദ്ധീകരണ പ്രക്രിയ ഇതേ നടക്കുകയുള്ളൂ, അള്ളാഹു നടത്തുകയാണ്. 6, ഈ ലോകത്ത് അള്ളാഹു നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവീകമായ അവൻ്റെ ശിക്ഷാ നടപടികളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് മഴയും മഴക്കെടുതികളൊക്കെ അള്ളാഹു തരുന്നത്. 7 വാക്ക് ഉപയോഗിച്ചതിൻ്റെ പിന്നിൽ ഇതാ കാട്ടും. കർമ്മങ്ങളുടെ ശക്തിയെയും അതുപോലെ ആ കർമ്മങ്ങളെ ഉദാഹരിച്ചും
കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാകുമെന്നും അറിയിക്കുന്നതാണ് 7. അതൊരു കാരണമാണ്, അതൊരു സന്ദേശമാണ്, അല്ലേ? ശരിയാ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ആരും ചെയ്യേണ്ട, ഒന്നും കൊടുക്കുകയും വേണ്ട എന്ന് അള്ളാഹു പഠിപ്പിക്കുക. ഈ 7 സന്ദേശങ്ങൾ തുടങ്ങിയ ഒരു വലിയ ദൃഷ്ടാന്തമായിട്ടാണ് മഴയെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഓരോ മഴത്തുള്ളിയും വളരെ വലിയ സന്ദേശമാണ് ഈ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു ഖാലിഖുണ്ട് എന്ന്, അതിന് ശുക്ർ ചെയ്യണമെന്ന, അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. മഴ പെയ്യുമ്പോൾ പേരമക്കളെയും കൊച്ചുമക്കളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട്, മക്കളെ മഴ പെയ്യുമ്പോൾ ദുആ എന്താ, മഴ അധികരിച്ചാലുള്ള ദുആ എന്താ, ഇടിവെട്ടുമ്പോഴുള്ള ദുആ എന്താ, മിന്നലെറിയുമ്പോഴുള്ള ദുആ എന്താ, നല്ല മഴ കിട്ടാനുള്ള ദുആ എന്താ, എന്താ പഠിച്ചത്, മദ്രസയിൽ പോയിട്ട് എന്താ പഠിച്ചത് എന്ന് ചോദിക്കണം. ഉപ്പാപ്പമാരും ബാപ്പമാരും ഉമ്മമാരും ഉമ്മൂമ്മമാരെല്ലാവരും ചോദിക്കണം മക്കളോട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا بالنار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءنا وأعداءك وأعداء الإسلام اللهم شتت شملهم اللهم فرق جمعهم اللهم أهلكهم كما أهلكت عاد وثمود يا رب العالمين اللهم لا تقتلنا بغضبك ولا تهلكنا بعذابك وعافنا قبل ذلك يا رب العالمين. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ തൗഫീഖ് തന്നെ പടച്ചവനെ. ഈ നാടിനെ നീ കബൂലാക്കണേ അല്ലാഹുവേ, ഈ നാട്ടുകാരെ നീ കബൂലാക്കണേ അല്ലാഹുവേ. നാട്ടിൽ നീ ഖൈർ ചെയ്യണേ പടച്ചവനെ. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കാത്തിരക്ഷിക്കണേ പടച്ചവനെ. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനർത്ഥങ്ങളും സംഭവിച്ചു പോയ എല്ലാവരും ക്ഷമിക്കാനും അത് ഇൻഷാ അല്ലാഹ് പൂർവ്വവരി അഭിവൃദ്ധിപ്പെടുത്താൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ പടച്ചവനെ. എല്ലാവരുടെ ദണ്ഡങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹുവേ, അസുഖങ്ങളിൽ നിന്ന് മുക്തമാക്കണേ അല്ലാഹുവേ. ധാരാളം ആളുകൾ അസുഖം കൊണ്ട് വിഷമിക്കുന്നുണ്ട്, വേദന കൊണ്ട് വിഷമിക്കുന്നുണ്ട്. അല്ലാഹു അവരുടെ വേദന മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. അസുഖങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹുവേ. കച്ചവടങ്ങൾ ഒത്തിരി നഷ്ടപ്പെട്ടവരുണ്ട്, അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. അവർക്ക് പൂർവ്വോപരി നീ അഭിവൃദ്ധി നൽകണേ പടച്ചവനെ. പുതിയ ഒരു സംവിധാനം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഇനിയും നിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, നിന്നിലേക്ക് അടുക്കാൻ, നിനക്ക് നിൻ്റെ ദിക്ർ ഫിക്ർ ശുക്രിൽ കഴിഞ്ഞുകൂടാൻ അല്ലാഹു തൗഫീഖ് തരണേ പടച്ചവനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.